വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിൽക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. എന്നു പറഞ്ഞാൽ എന്നാ സോഡാ നാരങ്ങ ഉണ്ടാക്കണ വീഡിയോക്ക് കാണിച്ചു തരാനും എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാനൊക്കെയാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ അന്നത്തെ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നു എനിക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ഞാൻ നിങ്ങളെയും കാണിക്കുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ മനസ്സിലായില്ല ഞാൻ പറയണ എല്ലാം സത്യമാണ്. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് സോഡാ നാരങ്ങ ഉണ്ടാക്കണേന്ന് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കുറേ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ. അപ്പം നമുക്ക് സോഡാ നാരങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് നടത്താം. കമോൺ. ഇപ്പോൾ ഗൈസ് നമ്മൾ അടുക്കളയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ അടുക്കള. അപ്പം ഞാൻ ഒരു വീഡിയോ വെക്കണമല്ലോ ഗൈസ്. വീഡിയോ വെക്കും ഗൈസ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയൊരു സാധനം വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഇവിടെ നമുക്ക് ഇതെല്ലാം ആദ്യമായിട്ട് ഇടയ്ക്ക് വേണ്ടത് ഏതായാലും നമ്മൾ ഇതെടുക്കണം. ഈ നാരങ്ങ പിടിയാണ് സാധനം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് നിങ്ങൾ നോക്കൂ. ഈ ഫ്രിഡ്ജിൽ ഈ ഫ്രൂട്ട്സ് എന്നുള്ള സ്ഥലം നമുക്ക് തിരഞ്ഞെടുത്തിട്ട് ഈ നാരങ്ങ നമുക്ക് എടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതടയ്ക്കാം. നമ്മൾ അടച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചേക്കാം. അതെ നാരങ്ങ ഇത് പിന്നെ ഇത് പഞ്ചസാരപ്പെട്ടി വരും. പിന്നെ ഗ്ലാസ് ഒരെണ്ണം ഇങ്ങനെ ഈ ഗ്ലാസ് നന്നായിട്ട് കഴുകാം. നന്നായിട്ട് ഗ്ലാസ് കഴുകിയിട്ടിട്ട് ഇനി നമുക്ക് തുടങ്ങാം. പിന്നെയും വേണം സാധനങ്ങൾ മേടിക്കല്ലേ. ഇത്രയും നമുക്ക് മതി സോഡാ നാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടി. ഇത്ര അല്ല, ഇനി വേണം. ഇത് ഇത്ര എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് പാറ്റി വെക്കുക, സ്പൂൺ പാറ്റി വെക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇത് നമ്മൾ ഇതൊക്കെ വെക്കറിയായിരിക്കും. അപ്പം ചുബ അടിച്ചെൻ്റെ കേട്ടോ ഗൈസ്. എനിക്കിത് പിരികി ഒഴിക്കണം. കണ്ടിൽ തിരികെ കഴിക്കുന്നത്. അതാണ് ഞാൻ ഇരിക്കാത്തത്. എൻ്റെ കയ്യിൽ എന്തോ മുറിവ. അത് കാരണം ഞാൻ ഓർക്കും ഇതും കൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇതിവിടെ ചെയ്യാം. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതിനകത്ത് ഇത് വരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? ഇത്രയും മതി നമുക്ക്. എന്നാലും എനിക്ക് പറഞ്ഞാൽ ഇത്രയൊക്കെ മതി. അവളിത് അരച്ചരച്ചരച്ചരച്ച് വീട് വെക്കാൻ പറ്റുന്നത്. നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇനി നാരങ്ങേൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കിത് കളയാം. നോക്കി നോക്കാം ഗൈസ്. പറ്റില്ല ഗൈസ്, പറ്റില്ല. ശരിക്കും വ്യൂറാണ്. ഇത് നമുക്കാണ് ഇത് തുറന്നിട്ട് ഇതിനകത്ത് സ്പൂണെടുത്തിട്ട് അതിലൊക്കെ നല്ല മധുരം ഇടണം കേട്ടോ ഗൈസ്. മധുരം ഇട്ടാലേ സോഡാ നാരങ്ങയ്ക്ക് പറ്റത്തുള്ളൂ. നല്ല മധുരം വേണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം ഇട്ടാൽ മതി. ഞാൻ ഇപ്പോഴും എല്ലാത്തിനും ഇങ്ങനെ
കുറേ പതിര് എടുത്തോട്ട് ആണ് ഞാൻ ഇത്രയും പതിര് ഇട്ടേക്കുന്നത്. ഗൈസ് ഇത് അലിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അലിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ഇത് നമ്മൾ അടിക്കണം കേട്ടോ, അലിച്ചിട്ട് നമ്മൾ അടിക്കാനുള്ളത്. ഇച്ചിരി വെള്ളം പതിട്ടോ ഗൈസ്, നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കാം. ഗൈസ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് നന്നായിട്ടൊന്ന് അടുപ്പിച്ച് കൊടുക്കണം. ഇളക്കി 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 അടുപ്പിച്ച് കൊടുക്കാം. ഗൈസ് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ നീരെൻ്റെ കൈ കൊണ്ട്, അത് കാരണം ആ ചോരയുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് ഗൈസ്. ഉപ്പൊക്കെ നമ്മുടെ കയ്യിൽ ആ സമയത്ത് കുഴപ്പം ഭയങ്കര വീട്ടിലാണ് ഗൈസ്. നന്നായിട്ട് ഇളക്കണം കേട്ടോ ഗൈസ്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നിങ്ങൾ ഇളക്കിയിട്ട് വരുമോ ഗൈസ്. അപ്പം നമുക്ക് അത്രയും നേരം നമ്മൾ വേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒരു പഞ്ചസാര പോലും ഇല്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സ്പൂണൊന്ന് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പണി. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ സോഡ നിറഞ്ഞ് എടുക്കും, അല്ലെ സോഡ എടുക്കും, എന്നിട്ട് ഒഴിക്കും. നല്ല രസമായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഒരിക്കലും കാണാം. ഓ ഗൈസ്, നമ്മുടെ സോഡ കട്ട പിടിച്ചു പോയി. എന്നാ ചെയ്യാനാ ഗൈസ്? നിങ്ങൾ ഓർക്കും, ഇത് കണ്ട നിങ്ങൾ ഓർക്കണത് പച്ചവെള്ളമായിട്ടാണ് ഗൈസ്. ഇത് പച്ചവെള്ളം അല്ലാട്ടോ ഗൈസ്, ഇത് ശരിക്കുമുള്ള ചെക്കൻ്റെ സോഡ തന്നെയാണ്, പച്ചവെള്ളമല്ല. തുറക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും, അതാണ് ഗൈസ്. ഞാൻ എന്തെങ്കിലും വെച്ച് തുറക്കട്ടെ ഗൈസ്. തുറക്കണ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് ഗൈസ്. ഗൈസ് ഇത് തുറക്കണേ കേട്ടോ ഗൈസ്, പാട് ഗൈസ്. അപ്പോൾ നിങ്ങൾ തുറന്നിട്ട് വാ ഗൈസ്. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെന്ന് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് തുറന്നെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒഴിക്കാം, അല്ല ഗ്യാസ് പോവും ഗൈസ്. ഇത് അടച്ചു വെക്കാൻ അടുപ്പ് എവിടെയോ പോയി ഗൈസ്. ഗൈസ് ഇതൊന്നുമില്ലാതെ കുടിക്കുമ്പോൾ എന്തോ ടേസ്റ്റ് ഗൈസ്. എന്താ ചീത്ത ടേസ്റ്റ്. ഗൈസ് നമ്മൾ ചുമ്മാ കേട്ടോ ഗൈസ്. പറഞ്ഞേ അയ്യോ ഗൈസ് ഗ്യാസ് പോയി. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, പക്ഷെ ഗ്യാസ് പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളുണ്ടായിട്ട് എങ്ങനെയുണ്ട് പറയുക. അപ്പം ഞാൻ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അത്യാവശ്യം കൊള്ളാം. അപ്പം ഞാനിത് ഉണ്ടാക്കിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനിത് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങളെ കാണിച്ചു തരാൻ മാത്രം, നിങ്ങളെ പഠിപ്പിച്ചു തരാനും കഴിച്ചു തരാനും മാത്രമാണ് ഗൈസ് ഞാനിത് ഉണ്ടാക്കിയത്. ഇത്രയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല ഗൈസ്. നിങ്ങളൊന്ന് വെറും ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്താൽ പോരെ ഗൈസ്. ഒന്ന് ചെയ്യുക ഗൈസ്. അപ്പം ഇതുപോലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം. അപ്പം ടാറ്റാ, ബൈ ബൈ.